സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ആശങ്കപ്പെടുത്തുന്ന തലത്തിലേക്ക് വളരുകയാണ്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 1435 ആക്റ്റീവ് കേസുകളാണുള്ളത്. രാജ്യത്ത് 1000-ലധികം ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. 506 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാരാഷ്ട്രയാണ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത്. രാജ്യത്ത് ആകെ 3961 ആക്റ്റീവ് കേസുകളാണുള്ളത്. ഡൽഹി 483, ഗുജറാത്ത് 338, കർണാടക 253, തമിഴ്നാട് 189, ഉത്തർപ്രദേശ് 157, ബംഗാൾ 331 എന്നിങ്ങനെയാണ് രോഗികളുടെ എണ്ണം കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കേന്ദ്ര സർക്കാർ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. രോഗികളുടെ എണ്ണം കൂടുതലുള്ള കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേരള സർക്കാർ നൽകിയിരിക്കുന്നത്. ഓക്സിജൻ കിടക്കകളടക്കം ഒരുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ കേരളത്തിൽ ഇന്ന് സ്കൂളുകൾ കൂടി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. മാസ്ക് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 3758 പേർക്കാണ് കോവിഡ് ഉള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 1400 കോവിഡ് കേസുകൾ കേരളത്തിലാണ്. 506 കോവിഡ് രോഗികളാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഡൽഹി, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളിൽ വർധനവുണ്ട്. 2025 ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 22 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 7 പേരാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. കേരളത്തിൽ 5 പേരും ഡൽഹിയിൽ 2 പേരും കോവിഡ് ബാധിച്ച് മരിച്ചു.